എല്ലാവർക്കും നമസ്കാരം. കൊല്ലത്ത് ഇന്നലെ നടന്ന ഒരു ആക്സിഡൻറ്റിനെ പറ്റിയാണ്. എല്ലാവർക്കും അത്യാവശ്യം അറിഞ്ഞു കാണും കേസ്. അപ്പോൾ ഡീറ്റെയിലായിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വ്യക്തി ഓടിച്ച വണ്ടി ഒരു സ്കൂട്ടറിൽ ഇടിക്കുന്നു. അതിൽ 99% ആ സ്കൂട്ടർ ഓടിക്കുന്ന വ്യക്തി വണ്ടി വരുന്നത് കണ്ടിട്ടും ഇങ്ങനെ കൊണ്ടുവന്ന് കയറുന്നതാണ്. CCTVയിൽ അത് കാണുന്നുണ്ട്. പക്ഷേ അവിടെ ഏറ്റവും വലിയ 99%ഉം വണ്ടി ഇടിക്കുന്നത് വരെയുള്ള പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. വണ്ടി ഇടിച്ച ശേഷം അവർ തെറിച്ച് വീഴുകയും ഈ കാർ വന്ന് അവരുടെ മുകളിലൂടെ കയറി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഈ കാറിന് അടിയിലായിരിക്കുന്ന സമയത്ത്, തെറിച്ച് വീഴുന്ന സമയത്ത് അവർ പറഞ്ഞത് ഒരിക്കലും വണ്ടി എടുക്കരുത്, കൂടെ നിന്ന് ആൾക്കാരിങ്ങനെ പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അതിനുശേഷം ഇവരുടെ പുറത്തുകൂടെ വണ്ടി ഓടിച്ച് ഇവരങ്ങ് പാഞ്ഞു പോവുകയാണ് ചെയ്തത്. അപ്പോൾ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അതിനകത്തൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പം ആ ഡോക്ടർ ഒരു കാരണവശാലും ചെയ്യേണ്ടിയിരുന്ന പ്രവൃത്തിയല്ല ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് വണ്ടി ഇടിച്ചു, ഓക്കെ. അപ്പം ആ സമയത്ത് അവരെ രക്ഷിക്കുക എന്ന ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ടായിരുന്നു. രക്ഷിക്കുക ഇൻ ടേംസ് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു ഫസ്റ്റ് എയ്ഡൊക്കെ അവിടെ ചെയ്യാമായിരുന്നു. ഇൻ കേസ് ഒന്ന് ഇറങ്ങി നോക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. അത് അവർ ചെയ്യാതെ ആ പാനിക് സിറ്റുവേഷനിൽ എന്തോ പ്രശ്നമൊന്നും എനിക്കറിയത്തില്ല. ഇനി മദ്യപിച്ചിട്ടായിരുന്നോ ഒന്നും അറിയത്തില്ല. കാരണം പ്രോപ്പറായിട്ട് റിപ്പോർട്ട് വരെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അവർ ആ വണ്ടി എടുത്ത് പോകുന്നു. അതിൻ്റെ കൂടെ ബോഡി സ്ത്രീ അതിൻ്റെ കാറിൻ്റെ അടിഭാഗത്തായിരുന്നു കിടന്നത്. അപ്പം കയറുന്ന ഭാഗത്ത് ബോഡിയുടെ കയറിപ്പോയി അവർ മരിക്കുകയാണ് ചെയ്തത്. ശരിക്കും ഭയങ്കര ഒരു ദാരുണമായൊരു സംഭവമാണ്. അതിൻ്റെ ഈ ഇത്രയും ഒരുപാട് ആക്സിഡൻറ്റ് കഴിഞ്ഞ 2 ദിവസം നോക്കിക്കഴിഞ്ഞാൽ വർക്കല ഭാഗത്ത് തന്നെ ഇന്നലെ ഒരു ബൈക്കിൽ സഞ്ചരിച്ച 3 കുട്ടികൾ വണ്ടി ഇടിച്ച് ഇങ്ങനെ മരിച്ചായിരുന്നു. അതിനുശേഷം ഒരു സ്കൂട്ടിയിൽ പോയ ഒരാൾ മരിച്ചായിരുന്നു. അല്ലാതെ തന്നെ ഒരു ബൈക്കും ആട്ടോയും ഇടിച്ച ഒരാൾ മരിച്ചായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് ഈ സമയത്ത് മരിക്കുന്നുണ്ട്. അതിന് ഉത്സവ സീസണാണ്. പിള്ളേർ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന ഒരു കാരണമാണ്. റോഡുകൾ ഇപ്പോൾ NHന്റെ പഴയ കിടക്കുകയാണ്. അപ്പോഴത്തേക്ക് ഒരുപാട് കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ വലിയ വണ്ടികൾ, ടോറസിൻ്റെ വലിയ വണ്ടികൾ വരുന്നത് പ്രശ്നമാണ്. പിന്നെ അമിത വേഗം, എല്ലാം ഒരു കാരണങ്ങളുണ്ട്, പല കാരണങ്ങളാണ്. അപ്പം ഒരുപാട് ഇഷ്യൂ വരുന്നുണ്ടെങ്കിലും ഈ ഒരു കേസ് പർട്ടിക്കുലറായിട്ട് ഞാൻ പറയാൻ കാരണം അതിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അവർ ആ റെസ്പോൺസിബിലിറ്റി ചെയ്തില്ല എന്നൊരു കുറ്റം അതിനകത്ത് എല്ലാ കമൻറ്റ്, നിങ്ങൾ കമൻറ്റ് സെക്ഷൻ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. നല്ല ആൾക്കാർ നല്ല രീതിയിലാണ് പ്രതികരിക്കുന്നത് ഡോക്ടർമാർക്കെതിരെ. അപ്പോൾ പറയാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിപ്പോൾ ഡോക്ടർ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ ആളെ അവിടെ വിട്ടിട്ട് പോകരുത്. 100% അവരെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക, അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കാനുള്ള കാര്യം ചെയ്യുക. റോഡ് നിയമം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഭയങ്കര വേസ്റ്റാണ്. നിങ്ങൾ ഇപ്പം കേരളത്തിൻ്റെ കാര്യം നമുക്കറിയാം. അതണക്കല്ല നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ നോർത്തിലൊക്കെ പോയി സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരു 10 കിലോമീറ്റർ നിങ്ങൾ ഓടിച്ചിട്ട് ഒരു പോറൽ പോലും ഇല്ലാതെ വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ അവാർഡ് തരേണ്ടി വരും. കാരണം അമ്മാതിരി ട്രാഫിക്കും അവിടുത്തെ ഉള്ള ഈ ഓട്ടോറിക്ഷക്കാർ നമ്മളത്തെ കണക്കല്ല, അവർ ഭയങ്കര റഫാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു 3-4 വരെയുള്ള റോഡുണ്ട് ഡൽഹിയിലൊക്കെ. അതൊക്കെ ഒരു വരി മാറുന്നത് വരെ സിഗ്നലൊന്നും ഇടാറൊന്നുമില്ല. അവർ എങ്ങനെയെങ്കിലുമൊക്കെ കയറിപ്പോവും. അപ്പം പല സമയത്ത് ഒരുപാട് ആക്സിഡൻറ്റ്. എൻ്റെ ഒരു സാറിന് എനിക്ക് ഓർമ്മയുണ്ട്, ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മെഡിസിനിലെ ഒരു SR ആയിരുന്നു പുള്ളിക്കാരൻ. മഹീന്ദ്രയുടെ ഒരു വലിയൊരു കാറുണ്ടായിരുന്നു പുള്ളിക്കാരുടെ. സ്കോർപ്പിയോ ആണോ സൈലോ ആണോ എന്ന് എനിക്കറിയത്തില്ല, ആ റേഞ്ചിലുള്ളായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ വണ്ടി സ്ഥിരം ഞാൻ നോക്കുമ്പോൾ ഓരോ ദിവസം ഓരോ സ്ഥലത്താണ് ഓരോ ഇത് വരുന്നത്, ഞണുക്കും പൊട്ടലൊക്കെ വരുന്നത്. അപ്പോൾ ഒരു തവണ ഹെഡ്ലൈറ്റൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് ഒരു ദിവസം. സാറിങ്ങനെ വന്നിട്ട് എപ്പോഴും പറയും, ഇന്ന് ഒരു ഓട്ടോക്കാരൻ കൊണ്ടുവന്ന് കയറ്റി അല്ലെങ്കിൽ ലോറി കൊണ്ടുവന്ന് തന്നു. ഓൾമോസ്റ്റ് ഇപ്പം കേരളം വിട്ട് പോകുന്നവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. കാരണം വണ്ടി ഓടിക്കാനുള്ളത് റോഡുകൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സത്യം പറഞ്ഞാൽ വണ്ടി ഓടിച്ച് നമ്മൾ സേഫായിട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത്. സോ ആ അവസ്ഥ സത്യം പറഞ്ഞാൽ കേരളത്തിലില്ല. കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ കൊണ്ടുപോകാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഒരു നിയമം നമുക്ക് വേണ്ടതാണ് ഈ പറയുന്ന ഇൻ കേസ് അപ്പോൾ ആരുടെ തെറ്റാണെങ്കിലും വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ അടുത്ത ഓപ്പോസിറ്റുള്ള വ്യക്തിയോ ആരെങ്കിലും എത്രയും പെട്ടെന്ന് പോലീസിനെ ഇൻഫോം ചെയ്യുക, അതിലും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, റോഡ് നിയമം എല്ലാവരും പാലിക്കുക എന്നാണ്. ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ഒരു സീബ്ര ക്രോസ്, ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ പാരിപ്പള്ളിയിൽ വെച്ച് കണ്ട സീനാണ്. ഞാനിപ്പോൾ സീബ്ര ക്രോസിനെ ഫ്രണ്ട് വെച്ച് വണ്ടി നിർത്തിയുണ്ട്. അപ്പോൾ തൊട്ട് ബാക്കിലൊരു ഓട്ടോ, ഒരു ചേച്ചിയും 2 കൊച്ചുങ്ങളും ഒരു ടിക്കറ്റ് വിൽക്കുന്ന, അറിയാമല്ലോ ടിക്കറ്റ് വിൽക്കുന്ന, ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ഒരു പാവപ്പെട്ടൊരു വയസ്സായ അപ്പൂപ്പനും കൂടി ഇങ്ങനെ ക്രോസ് ചെയ്തു. അപ്പോൾ ഇവർ കണ്ടുകൊണ്ട് അവർ നിൽക്കുന്നത് ഈ പുള്ളിക്കാരൻ കാണുന്നുണ്ട്. റോഡ് ഈ പുള്ളിക്കാരൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് അവരെയും ചീത്ത വിളിച്ചുകൊണ്ട് ഈ പുള്ളിക്കാരൻ പാഞ്ഞങ്ങ് പോവുകയാണ്.
സീബ്ര ലൈൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കുക. സീബ്ര ലൈനിൽ ഒരാൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടി അവിടെ നിർത്തി കൊടുക്കണം. നിങ്ങൾക്ക് എത്ര വലിയ എമർജൻസി ആണെങ്കിലും. എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് VIP വരുമ്പോഴോ അല്ലെങ്കിൽ അല്ല ആംബുലൻസ് വരുമ്പോഴോ അത് ബാധകമല്ല. ബാക്കിയുള്ള സമയത്ത് റോഡിൽ എപ്പോഴും ബോസ് എന്ന് പറയുന്ന അവിടുത്തെ ഈ നടന്നു പോകുന്ന ആൾക്കാരാണ്, അല്ലാതെ വണ്ടിയിലിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. വണ്ടി എപ്പോഴും നമുക്ക് കൺട്രോൾ ചെയ്യാം, അതനക്കല്ല അവിടെ പോകുന്നവർ. അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ടുള്ള സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ട്, ഈ പറയുന്ന സീബ്ര ക്രോസ് അങ്ങനെയുള്ള സ്ഥലം. അപ്പോൾ അതുവഴി മാത്രം അവർ പോവുക. അപ്പോൾ ആ പോകുന്ന സമയത്ത് നമ്മൾ നിയമം പാലിച്ച് നമ്മളവിടെ വണ്ടി നിർത്തി കൊടുക്കുക. അപ്പോൾ അതുവഴി പോകും. പക്ഷേ ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീബ്ര ലൈൻ കൾച്ചർ ഇവിടെ ഇല്ല എന്ന് മാത്രമല്ല, റോഡിൽ എല്ലായിടത്തും ആൾക്കാർ അനധികൃതമായിട്ട് പാർക്കിംഗ്. ഇപ്പം പാരിപ്പള്ളി തന്നെ ഞാനൊരു കാര്യം പറയാം, ആ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെ കാണിച്ചു തരാം. ഒരു പ്രൈവറ്റ് ബസ് 2 ലൈനാണ് ആപ്പാടുള്ളത് പാരിപ്പള്ളി നിന്ന് നമ്മുടെ മെഡിക്കൽ കോളേജിലോട്ട് പോകുന്ന വഴി. അപ്പം ഒരു ഭാഗത്ത് ഒരു പ്രൈവറ്റ് ബസ്സിനെ കൊണ്ടങ്ങ് നിർത്തിയേക്കുവാണ്. അവിടെ സത്യം പറഞ്ഞാൽ അവർക്ക് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഭാഗത്ത് ഓട്ടോ, ഒരു ഭാഗത്ത് ബസ്, വലിയൊരു ബസ്. അപ്പം ബാക്കി ഭാഗം ഫുള്ള് ട്രാഫിക് ജാം ആവുകയാണ്. എൻ്റെ വീഡിയോ എൻ്റെ ഉണ്ടോ എന്ന് അറിയത്തില്ല, ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടേക്കാം, നിങ്ങൾക്ക് മനസ്സിലാവുക ആ അവസ്ഥ എന്തായിരുന്നു. സോ നമ്മുടെ നാട്ടിൽ ട്രാഫിക് നിയമങ്ങൾ യാതൊരു വിധത്തിലുള്ള ആരും നോക്കുന്നില്ല. അതാണ് ശരിക്കും സത്യാവസ്ഥ എന്ന് പറയുന്നത്. റോങ് സൈഡിൽ കയറിക്കൊണ്ട് പോവുക. അപ്പം പ്രത്യേകിച്ച് പിള്ളേർ സൈഡുകൾ അവരുടെ ബൈക്കും അല്ലെങ്കിൽ ഈവനൊരു കാറൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതാണ് ചില സമയത്തൊക്കെ. അവർക്ക് അർജൻസി ഒക്കെ ഉണ്ട്, ഞാൻ സമ്മതിച്ചു. പലർക്കും പല രീതിയിലുള്ള അർജൻസിയാണ്. പക്ഷേ നമ്മൾ പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ പായുമ്പം നിങ്ങളെ പുറകെ വേറെ ആർക്കെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട്, അവർക്കാണ് നഷ്ടപ്പെടുന്നത്. അപ്പം മാക്സിമം അത് ഒഴിവാക്കുക. ഗവൺമെൻറ് സൈഡിൽ നല്ല നിയമങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. പക്ഷേ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ നമ്മുടെ IAS വെങ്കിട്ടരാമൻ്റെ അവസ്ഥ നമുക്കറിയാം. അന്ന് വണ്ടി ഇടിച്ചിട്ട് എന്താ സംഭവിച്ചിരുന്നു. സോ നിയമങ്ങൾ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആവുക, അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ബോധവൽക്കരണം കൊണ്ടുവരിക, അതെല്ലാവരും പാലിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത്തരം ആക്സിഡൻറ്റുകൾ നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ കഴിയും, ഒരുപാട്. സോ കൊല്ലത്തുള്ള ഇൻസിഡൻറ്റിൽ നമുക്ക് പഠിക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. ഡോക്ടറാണെന്നുള്ള പ്രത്യേക ഒരു കൺസേൺ ഒന്നും നമുക്കത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം അത് പോലീസിൽ അറിയിക്കുക, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ ആശുപത്രിയിൽ എത്തിക്കുക. അല്ലാതെ വണ്ടി ഇടിച്ചിട്ട് വണ്ടി പോവുക എന്ന് പറയുന്നൊരു സമ്പ്രദായം മാക്സിമം ഒഴിവാക്കുക. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഈ CCTV ഒക്കെ മാക്സിമം ഉപയോഗിക്കാം. അപ്പോൾ പഞ്ചായത്ത് തലത്തിൽ എല്ലായിടത്തും CCTV ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ റോഡുകളിലും CCTV നിരീക്ഷണത്തിലാണ് എന്നൊരു ബോധം ഉണ്ടെങ്കിൽ ആൾക്കാർ കുറച്ചും കൂടെ ഇതിനെ ഗൗരവമായിട്ട് കാണും. അതേ പറയാനുള്ളൂ. പിന്നെ കമൻറ്റ് സെക്ഷനിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ വരുന്നത്, നമ്മൾ അൺനെസറി ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കണ്ട. സോ അതൊക്കെ അതിൻ്റെ കാര്യങ്ങളിൽ പോട്ടെ. സോ എന്തായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, മദ്യപിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള വ്യക്തമായ തെളിവുകൾ ഇനി വരേണ്ടതാണ്. സോ ഇതാണ് ശരിക്കും അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഞാൻ കസാഖിസ്ഥാനിൽ പോയ സമയത്ത്, ഞാൻ ട്രാവൽ ചെയ്ത് ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യാറുള്ള സമയത്ത് ജസ്റ്റ് കസാഖിസ്ഥാനിൽ പോയായിരുന്നു 5-6 മാസം മുമ്പ്. അവിടെ അവർക്ക് പ്രോപ്പറായിട്ട് വെള്ളം അടിക്കുന്നവർക്ക് വെള്ളം അടിക്കുന്ന സ്ഥലമുണ്ട്, പ്രോപ്പറായിട്ടുള്ള ബാറുകൾ അല്ലെങ്കിൽ ഡിസ്കോ പ്ലേസുകളുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട് അവർക്ക് അവിടെ. എന്നിട്ട് അവർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അവരുടെ ഈ ഡ്രൈവിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. കാരണം നമ്മളൊരു സീബ്ര ക്രോസിൻ്റെ സൈഡിൽ വന്ന് നിന്നാൽ തന്നെ അവർ വണ്ടി നിർത്തി തരും. എന്നിട്ട് നമ്മുടെ അടുത്ത് പോകാൻ പറയും. നമുക്ക് അതിനെക്കുറിച്ച് വലിയ ബോധമില്ലാത്തതുകൊണ്ട് സത്യം പറയാമല്ലോ, ഞാനൊക്കെ സീബ്ര ക്രോസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ക്രോസ് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു. പക്ഷേ ആ സമയത്ത് അവർ വണ്ടി നിർത്തത്തില്ല ഇൻ ടേംസ് നമ്മൾ വന്നു കഴിഞ്ഞാൽ അവർ വണ്ടി എന്തായാലും സ്റ്റോപ്പാക്കി തരും. പക്ഷേ അല്ലാത്ത സമയത്ത് നല്ല സ്പീഡിലായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ അനധികൃതമായിട്ട് യാതൊരു വിധത്തിലുള്ള സ്റ്റോപ്പേജോ കാര്യങ്ങളോ അല്ലെങ്കിൽ പാർക്കിങ്ങോ ഒന്നും കാണത്തില്ല. അവർക്ക് എല്ലായിടത്തും സ്പെസിഫിക് ആയിട്ട് സ്ഥലങ്ങളുണ്ട് പാർക്ക് ചെയ്യാൻ. അവിടെ അവർ പാർക്ക് ചെയ്യും. പാർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ ഫുൾ CCTVയുടെ അകത്തുള്ളവരാണ്. അപ്പം പ്രോപ്പറായിട്ട് നമ്മൾ AI ക്യാമറ വെച്ചിട്ട് നമുക്ക് ഫൈൻ അടിക്കുന്ന കണക്ക് അതും കിട്ടും. സോ ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. നമ്മളും അതേ കണക്ക് കുറച്ച് ട്രാഫിക് നിയമങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കുമെന്ന്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടുന്നതിൻ്റെ കാരണം അതൊരു ഡോക്ടറിനെ പറ്റി ഉണ്ടായോ അങ്ങനത്തെ ഉള്ള ഇഷ്യൂ ഉണ്ടല്ല. ആ CCTV കണ്ടപ്പോൾ ശരിക്കും വിഷമം തോന്നി. കാരണം നാളെ നമുക്കും ആ ഒരു അവസ്ഥ എത്താം. അപ്പം ആരും അങ്ങനെ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോവുകയോ അങ്ങനെ ഒന്നും ചെയ്യരുത്. ഒരബദ്ധം പറ്റിപ്പോയി. അപ്പം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക, അല്ലെങ്കിൽ അതിനുള്ള പ്രോപ്പർ കെയർ കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. സോ അത്രയേ ഉള്ളൂ. അപ്പം അതിനെ ആ രീതിയിൽ കാണുക. നഷ്ടപ്പെട്ടവർക്ക് നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത നഷ്ടമാണത്. അപ്പം
പ്രത്യേകിച്ച് ഈ മദ്യപിക്കുന്നവർ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വണ്ടി ഓടിക്കരുത്. നിങ്ങളുടെ കൺട്രോളിലായിരിക്കത്തില്ല വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അഹങ്കാരം കാണിക്കാനുള്ളതല്ല റോഡ് എന്ന് പറയുന്നത്. ഒരുപാട് ജീവിതങ്ങളാണ് നമ്മളെ ചുറ്റുമുള്ളത്. അപ്പോൾ ആ രീതിയിൽ വണ്ടി എടുക്കുക. ഓക്കെ.